ഒരു ഭാഗത്ത് ടി എ മധുസൂദനും കൂടെ നിൽക്കുന്ന ആളുകളാണ് എന്നിപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. മറുഭാഗത്ത് ആരാണ്? അതവർ പറയേണ്ട കാര്യമാണ്. നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഫെബ്രുവരി 4-ന് പുറത്തിറങ്ങുകയാണ്. പുസ്തകത്തിന്റെ വിശദാംശങ്ങൾ ഏതായാലും ഒരു സസ്പെൻസായി തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ പയ്യന്നൂരിലെ CPM-ഉമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മറ്റ് വിഷയങ്ങളും എല്ലാം തന്നെ പുസ്തകത്തിലുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും വി കൃഷ്ണൻ ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട്. പുസ്തകത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഒരുപക്ഷെ CPM പ്രവർത്തകർ ഉൾപ്പെടെ അങ്ങനെ ഒരു കാത്തിരിപ്പിലാണ്. എന്താണ് അതിൽ നമുക്കൊരു സൂചനയായി നൽകാൻ പറ്റുന്നത്? എന്താണ് കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ? പുസ്തകം ഏതായാലും 4-ാം തീയതി പുറത്തിറങ്ങുമല്ലോ. അപ്പോൾ ആ പുസ്തകത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതിനിടയിൽ ഏതെങ്കിലും ഭാഗം എടുത്ത് വിശദീകരിക്കേണ്ട ഒരു കാര്യമുണ്ടോ? പയ്യന്നൂർ CPM-ലെ വിഭാഗീയതയെക്കുറിച്ച് പുസ്തകത്തിലുണ്ടെന്നാണ് പറയുന്നത്. ടി.ഐ. മധുസൂദനാണ് ഒരു പക്ഷത്ത് എന്ന് നേരത്തെ തന്നെ താങ്കൾ പറയുന്നതാണ്. അത്തരത്തിലുള്ള പരാമർശങ്ങളുണ്ടോ പുസ്തകത്തിൽ? എന്താണ്? ഉണ്ട്. പയ്യന്നൂരിലെ സംഘടനാ വിഷയങ്ങൾ സംബന്ധിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ഈ ഫണ്ട് വിവാദം വന്നപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല എന്നും ഇത് പയ്യന്നൂരിലെ വിഭാഗീയതയുടെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാനുമുള്ള ഒരു ശ്രമമാണ് ടി.ഐ. മധുസൂദനും കൂടെ നിൽക്കുന്ന ആളുകളും ചേർന്ന് നടത്തിയത്. അപ്പം അങ്ങനെ ഒരു പ്രത്യക്ഷമായൊരു വിഭാഗീയത ആ സമയത്ത് പാർട്ടിക്ക് ഉള്ളിലുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ വിഭാഗീയമായ രീതിയിലേക്ക് വന്നില്ല. ഇത് ബോധപൂർവ്വം ഉയർത്തിക്കൊണ്ട് വന്നതാണ്. ഇത് ഉയർത്തിക്കൊണ്ട് വരുന്ന സാഹചര്യത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യം, ആരാണ് ഇതിനുത്തരവാദി? ഒരു ഭാഗത്ത് ടി.ഐ. മധുസൂദനും കൂടെ നിൽക്കുന്ന ആളുകളാണ് എന്നിപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. മറുഭാഗത്ത് ആരാണ്? അതവർ പറയേണ്ട കാര്യമാണ്. അങ്ങനെ പറയുന്നില്ല. വി കുഞ്ഞികൃഷ്ണനാണോ നേതൃത്വം? ഈ വിഭാഗീയതയുടെ ഞാൻ ഒരാളെയും കൂടെ കൂട്ടാനുള്ള ഒരു ശ്രമവും ഇന്നേ വരെ നടത്തിയിട്ടില്ല. ഇപ്പോൾ പോലും എൻ്റെ കൂടെ ആളെ കൂട്ടാനുള്ള ഒരു ശ്രമവും ഞാൻ നടത്തിയിട്ടില്ല. പാർട്ടിക്കകത്ത് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു പാർട്ടി മെമ്പർ എന്ന രീതിയിൽ, ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ അത് പാർട്ടിക്കകത്ത് ചൂണ്ടിക്കാണിക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ആ പാർട്ടിക്കകത്ത് ചൂണ്ടിക്കാണിക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിയത്. ഈ തനിക്കൊപ്പം ഒരു സംഘത്തെ കൂട്ടാൻ ടി.ഐ. മധുസൂദൻ എങ്ങനെ ശ്രമിച്ചു എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? എനിക്ക് തോന്നുന്നു അതിൻ്റെ വിശദാംശങ്ങൾ ഒരുപക്ഷെ പുസ്തകത്തിലുണ്ടാവും. താങ്കൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അല്ല, അത് ഈ ഒരു ചുറ്റും ഒരു ആശ്രിത ബന്ധത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. എല്ലാ കാലത്തും അത് തന്നെയാണ്. ഇപ്പോൾ സഹകരണ സ്ഥാപനങ്ങളിൽ പലർക്കും ജോലി കൊടുക്കാനുണ്ട്. ആ ജോലി കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഏരിയ സെക്രട്ടറിയുടെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ജോലി കിട്ടിയത് എന്ന് മർമറിങ് ക്യാമ്പയിനിലൂടെ പറഞ്ഞ് പ്രചരിപ്പിച്ച് ആളെ കൂടെ നിർത്താനുള്ള ശ്രമം. അയാൾ എവിടെ പോകുമ്പോഴും അയാളുടെ കൂടെ 4-5 ആളുകൾ കൂടി ഉണ്ടാകും. അത് എപ്പോഴോ നോക്കിയാലും കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ടി.ഐ. മധുസൂദന് മുന്നേ പയ്യന്നൂരിലെ പാർട്ടിയെ നയിച്ച ആളുകളുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് മുന്നേ MLA C. കൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇപ്പോഴുള്ള നേതൃത്വമുണ്ട്. അവരുമായിട്ടൊക്കെ ടി.ഐ. മധുസൂദൻ്റെ ഒരു ബന്ധം എങ്ങനെയാണെന്നാണ് താങ്കൾ കരുതുന്നത്? നല്ല ബന്ധമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ കാര്യങ്ങൾ അവരാണ് പറയേണ്ടത്, ഞാനല്ല അത് സംബന്ധിച്ച് പറയേണ്ടത്. നല്ല ബന്ധമല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് വ്യക്തമായ തെളിവ് ഉൾപ്പെടെ താങ്കളുടെ കയ്യിലുണ്ടെന്നാണ്? തെളിവിൻ്റെ വിഷയം അതിൽ ഉത്ഭവിക്കുന്നില്ല. പക്ഷേ ഒട്ടേറെ കാര്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. ഈ മറ്റൊരു വിഷയം, താങ്കൾ ഈ ഫണ്ട് വിവാദം ഉന്നയിച്ചപ്പോൾ അത് വ്യക്തിപരമായി അദ്ദേഹം ഒരു മാധ്യമത്തോട് പറഞ്ഞത് എൻ്റെ ചോരയ്ക്ക് വേണ്ടിയാണ് വി കുഞ്ഞികൃഷ്ണൻ നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ താങ്കൾ റിട്ടയർ ചെയ്ത മുതലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഇൻക്രിമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഗ്രാറ്റുവിറ്റിയുടെ അതുമായി ബന്ധപ്പെട്ട കേസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനോടൊക്കെ എന്താണ് താങ്കളുടെ ഒരു മറുപടി? ഇത് ഉന്നയിച്ച ന്യായമായ വിഷയങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാതിരിക്കുമ്പോൾ വ്യക്തിപരമായി തേജോവധം ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. എന്ത് പറയുന്നതിന് എനിക്കൊരു പ്രയാസമില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഭയക്കേണ്ട കാര്യമല്ലോ. ഈ ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് പച്ചക്കള്ളാണ്. ഞാൻ ടി.ഐ. മധുവിനെ സമീപിക്കേണ്ട ഒരു കാര്യമില്ല. എനിക്കത് കൂടുതൽ ഗ്രാറ്റുവിറ്റി കിട്ടണമെങ്കിൽ, ഞാൻ കോടതിയിൽ പോകണമെങ്കിൽ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ പെർമിഷനാണ് വേണ്ടത്. ഞാൻ ഏരിയ കമ്മിറ്റി മെമ്പറാണ്. കഴിഞ്ഞ 40 വർഷത്തിലധികമായി ഞാൻ ഏരിയ കമ്മിറ്റി മെമ്പറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് ഏരിയ കമ്മിറ്റിയിൽ ഉന്നയിക്കുകയാണ് വേണ്ടത്. ഏരിയ സെക്രട്ടറിയോട് വ്യക്തിപരമായി പറയേണ്ട കാര്യമില്ല. ഏരിയ കമ്മിറ്റിയിൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ സ്വാഭാവികമായി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ കാണാൻ വരും, അയാളോട് കാര്യങ്ങൾ പറയും.
അയാൾ പാർട്ടി കമ്മിറ്റിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് കമ്മിറ്റി നിലപാടെടുത്ത് പോകും. ഞാനെന്തിനാ അയാളെ വ്യക്തിപരമായി കാണുന്നത്? എന്നിട്ട് അയാൾ എന്നോട് ചോദിച്ചു എന്ന് പറയുന്ന ഒരു വാചകമുണ്ട് അതിൽ. കുഞ്ഞിഷാട്ടാ, നിങ്ങളൊരു പുസ്തകം എഴുതിയതല്ലേ, നിങ്ങൾക്ക് ഈ നിയമത്തെക്കുറിച്ചൊന്നും എല്ലാം അറിയാലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കാര്യം ഉന്നയിക്കുന്നത്? പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് 2014 ഞാൻ റിട്ടയർ ചെയ്ത് ഗ്രാറ്റുവിറ്റിയുടെ വിഷയം ഇയാൾ പറയുന്നത് 2010 2010 ഫെബ്രുവരിയിലാണ് ഞാൻ പിരിയുന്നത്. 2010 ഫെബ്രുവരിയിൽ പറഞ്ഞ് അതിന് മറുപടിയായി ടി.ഐ. മധു കാര്യങ്ങൾ പറഞ്ഞു എന്ന് അയാൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് 2014 പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം അതിൽ വിഷയമായി വരിക? ആ പുസ്തകം കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ 2014 ജൂണിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിൻ്റെ പബ്ലിഷൻ ആ സമയത്താണ്. അപ്പോൾ ഒരു പച്ചക്കള്ളം അത് ഇങ്ങനെ പറഞ്ഞ് ആളുകളെ, ഞാൻ കോടതിയിൽ പോയാൽ അതിനൊരു തെളിവുണ്ടാവില്ലേ? ഒന്ന് കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്താൽ അതിനൊരു നമ്പർ ഉണ്ടാവും. കോടതിയിൽ എനിക്കെതിരെ വിധി ഉണ്ടായാൽ അതിനൊരു വിധിപ്പകർപ്പുണ്ടാവും. എൻ്റെ തള്ളിയാലും അനുകൂലമായി വിധിച്ചാലും അതിനൊരു ഓർഡർ ഉണ്ടാവും, കോടതി ഓർഡർ ഉണ്ടാവും. ഒന്നുമില്ല, ഹാജരാക്കട്ടെ. അയാളിപ്പോൾ എൻ്റെ ചോരക്ക് കൊതിക്കുന്നു, പിന്നെ എനിക്കെതിരെയുള്ള ആരോപണം തെളിയിച്ചാൽ ഞാൻ ഈ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുമെന്നൊക്കെ ചില പോസ്റ്റുകളൊക്കെ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഈ സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ചോദ്യത്തിന് അയാൾ മറുപടി പറയട്ടെ. ഞാൻ തെളിവ് ഹാജരാക്കേണ്ടടുത്ത് ഹാജരാക്കാം. ഞാൻ ചോദിച്ച ചോദ്യമുണ്ട്. 28 ആളിൽ നിന്ന് അയാൾ തിരഞ്ഞെടുപ്പ് ഫണ്ട് പിരിച്ചിട്ടുണ്ട്. കമ്മിറ്റിക്ക് കൊടുത്ത കണക്ക് 20 ആളിൽ നിന്ന് പിരിച്ചു. ബാക്കി 8 ആളെ ഫണ്ട് അവിടെ പോയി. അയാൾ ഉപയോഗിച്ച ഫണ്ട് റെസീറ്റിന് എന്തിനാ ഓഫീസ് സെക്രട്ടറി വ്യാജ റെസീറ്റ് അച്ചടിക്കുന്നത്? അയാൾ 2ാം നമ്പർ റെസീറ്റ് പിന്നീട് വളരെ വൈകി തിരിച്ചേൽപ്പിച്ചു. ആ 2ാം നമ്പർ റെസീറ്റിലെ 26ാം നമ്പർ റെസീറ്റ് ലീഫ് അതിൽ മുറിച്ച പണം കണക്കിൽ വന്നിട്ടില്ല. 26ാം നമ്പർ ലീഫിൽ മുറിച്ച പണം കണക്കിൽ വന്നിട്ടില്ല. ആ പണം എവിടെ പോയി? അപ്പോൾ 8 പേരിൽ നിന്ന് പിരിച്ച പണം, ഇയാൾ ഉപയോഗിച്ച റെസീറ്റിൽ 8 ആളുകളിൽ നിന്ന് പിരിച്ച പണം കണക്കിൽ വന്നിട്ടില്ല. അത് സംബന്ധിച്ച് അയാൾ പറയണ്ടേ? ഈ മറ്റൊരു വിഷയം, ഈ CPIMൻ്റെ നേതൃത്വം ഈ ഇത്രയും കാലമായിട്ട് നടക്കുന്നൊരു വിഷയമാണല്ലോ. ഇപ്പോൾ ജില്ലാ നേതൃത്വത്തോടൊക്കെ എന്തായാലും താങ്കൾ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും. അതിൽ താങ്കൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ച നേതാക്കൾ ഉണ്ടായിരുന്നോ? അത്തരം നിലപാടുകളെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഞാൻ സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി, ജില്ലാ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി, വാക്കാലും രേഖാമൂലവും ഇതെല്ലാം എഴുതി കൊടുത്തതാണ്, നേരിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതിൽ അനുകൂലമായ സംസാരം എന്നതിന് പ്രസക്തിയേ ഇല്ല. പാർട്ടി നിലപാടെന്ത് എന്നതാണ് വിഷയം. അപ്പോൾ പാർട്ടി നിലപാട് തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന ഈ ഫണ്ട് വിവാദത്തിൽ ടി.ഐ. മധു മാത്രമല്ല, പിന്നീട് ഏരിയ സെക്രട്ടറിയായി വന്ന KP മധുവും ഇതിൽ പങ്കാളിയാണ്. അയാളും ഫണ്ട് മോഷ്ടിച്ചതിനെ സംബന്ധിച്ചുള്ള ഒട്ടേറെ തെളിവുകൾ എൻ്റെ മുമ്പിലുണ്ട്. അതൊക്കെ ഞാൻ ചിലത് നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. ഈ അന്വേഷണ കമ്മീഷൻ താങ്കളുമായിട്ട് ബന്ധപ്പെട്ടതും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതും ഒക്കെ അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ഉണ്ട്. ഇപ്പോൾ ടി.വി. രാജേഷും PV ഗോപിനാഥും ആയിരുന്നു. ഉണ്ട്. അന്വേഷണ കമ്മീഷൻ്റെ നിലപാടുകൾ സംബന്ധിച്ച്, അവർക്ക് നൽകിയ തെളിവുകൾ സംബന്ധിച്ച് ഇതൊക്കെ ഞാൻ ആ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഈ സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങളെല്ലാം അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. മറ്റൊരു വിഷയം, കഴിഞ്ഞ ദിവസം ഈ പ്രസന്നൻ എന്ന് പറയുന്ന താങ്കൾക്ക് അനുകൂലമായ ഒരു പ്രകടനത്തിൽ പങ്കെടുത്ത ആളുടെ ബൈക്ക് കത്തിച്ചു. ആ വീട്ടിൽ P. ജയരാജൻ വരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് CPIMൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു അനുനയ നീക്കം നടക്കുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് അനുനയ നീക്കമായി കാണേണ്ടതില്ല. P. ജയരാജൻ ഇവിടെ പാർട്ടി ജനറൽ ബോഡിക്ക് വന്നതാണ്. ഈ ലോക്കലിൽ ഇത് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ് ലോക്കൽ കമ്മിറ്റി ഓഫീസ്. അവിടെയാണ് ജനറൽ ബോഡി. അവിടെ ലോക്കൽ കമ്മിറ്റി മീറ്റിങ്ങിലും ജനറൽ ബോഡിയിലും പങ്കെടുക്കാൻ വന്നതാണ്. ആ ജനറൽ ബോഡി കഴിഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നു എന്നുള്ളത് കൊണ്ട് ആ വീട്ടിൽ പോകാൻ ജയരാജന് സന്നദ്ധമായതാണ്. അതല്ലാതെ ഇത് മാത്രമായി അങ്ങനെ വന്നതല്ല. ഇവിടെ വന്നപ്പോൾ അവിടെ സന്ദർശിച്ചു എന്ന് മാത്രമേ. താങ്കളുമായി ഒരു സംസാരവും CPM നേതാക്കൾ ഇതിന് ശേഷം ഈ വിവാദങ്ങൾക്ക് ശേഷം നടത്തിയിട്ടില്ല? ആരും നടത്തിയിട്ടില്ല. ഈ മറ്റൊന്ന്, പയ്യന്നൂരിലെ ചില ബ്രാഞ്ചുകളിലൊക്കെ താങ്കൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു, അവർ ബ്രാഞ്ച് യോഗം ബഹിഷ്കരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇന്നലെ അങ്ങനെ ഒരു ബ്രാഞ്ച് യോഗം, കൂർക്കര ബ്രാഞ്ച് യോഗം ചേരാൻ പറ്റാതെ പോയി എന്നൊരു വിവരം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ വലിയൊരു പിന്തുണ താങ്കൾ ഉയർത്തിയ വിഷയത്തിന് ലഭിക്കുന്നുണ്ട് എന്നാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ ബ്രാഞ്ച് യോഗം ബഹിഷ്കരിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് എനിക്കറിയില്ല. പക്ഷെ തുടക്കം മുതൽ ഈ സാമ്പത്തിക വിഷയം സംബന്ധിച്ച്
ഞാൻ ഉന്നയിക്കുന്നത് ശരിയാണ് എന്നതാണ് ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത്. കാരണം എന്നെക്കുറിച്ച് ആളുകൾക്കറിയാം. അപ്പോൾ ആ നിലയിൽ എനിക്കൊരു കളവ് പറയേണ്ട കാര്യമില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കാരണം കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല, ഇത് കണക്കാണല്ലോ, അരിത്മാറ്റിക് ആണല്ലോ. അപ്പം അത് കൃത്യമായി 2 കൂട്ടിയാൽ 4 അല്ലേ, 3 5 വരില്ലല്ലോ. അപ്പോൾ ആ നിലയിൽ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന വലിയ വിഭാഗം പാർട്ടി മെമ്പർമാർ പയ്യന്നൂർ ഏരിയക്കകത്തുണ്ട്. അവർ ഈ കാര്യങ്ങൾ ആ നിലയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ CPM നിന്ന് ആരും സംസാരിച്ചില്ലെന്നുണ്ട്. മറ്റു പാർട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം തങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ നടത്തുന്നുണ്ടോ? ഇതുവരെ ഇല്ല. നടത്തണ്ടെന്ന് ഞാൻ ചാനൽ വഴി മാധ്യമങ്ങൾ വഴി നേരത്തെ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ മിനിഞ്ഞാന്ന് ഇയാളുടെ BJP-കാരുടെ ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ B. ഗോപാലകൃഷ്ണനാണ് ഇവിടെ വന്ന് അയാളുടെ പ്രസംഗത്തിൽ എന്നെ BJP-യിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനൊരു മറുപടി ഇന്നലെ മാധ്യമങ്ങൾക്കെല്ലാം കൊടുത്തിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ക്ഷണവും വേണ്ട. BJP-യെക്കുറിച്ച് നല്ല ധാരണ എനിക്കുണ്ട്. BJP-യിലേക്കെന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ധനരാജിൻ്റെ കൊലപാതകികളുടെ പാർട്ടിയാണ് BJP. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന ഞാൻ ആ BJP-യിലേക്ക് പോകും എന്നത് ബോധപൂർവമായ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടാക്കാൻ നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നതാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ഒരു പത്രക്കുറിപ്പ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പുറത്തിറക്കിയിട്ടുള്ളത്. ഈ മറ്റൊരു വിഷയം, പയ്യന്നൂരിൽ ഇപ്പോൾ CPM-ൽ ഈ പറയുന്നത് പോലെ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളുകൾ തന്നെ ഇപ്പോൾ കാരയിലൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെയുള്ള ആളുകളുടെ പിന്തുണ എത്രത്തോളം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്? അല്ല, ഇതിൽ പയ്യന്നൂർ മാത്രമല്ല, ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം, കേരളത്തിലാകെ പാർട്ടിക്കുള്ളിൽ അസംതൃപ്ത വിഭാഗം കൂടിക്കൂടി വരികയാണ്. അത് പല കാരണമുണ്ടാകും, ഒരു കാരണത്തിൻ്റെ മേലെ ഒന്നല്ല, ഇത് കൂടിക്കൂടി വരികയാണ്. ഇതിങ്ങനെ കൂടി വരുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് പൊട്ടിത്തെറിയിലേക്ക് എത്തും. ആ പൊട്ടിത്തെറിയിലേക്ക് എത്തിയതിൻ്റെ അനുഭവമാണ് ബംഗാൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴും തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു നിലയിലേക്ക് ഈ കേരളം പോകാൻ പാടില്ല. കാരണം ഈ കേരളം നേടിയ നേട്ടങ്ങൾക്കെല്ലാം അടിസ്ഥാനമായി പ്രവർത്തിച്ചത് ഈ പാർട്ടിയാണ്. ഈ നേട്ടങ്ങൾ നിലനിർത്തണമെങ്കിലും കൂടുതൽ നേട്ടങ്ങളിലേക്ക് പോകണമെങ്കിൽ ഈ പാർട്ടിയും ഇടതുപക്ഷവും കേരളത്തിൽ ശക്തമായി നിലനിൽക്കണം. അതുകൊണ്ട് ഈ പാർട്ടി തകരുന്ന ഒരു നിലയിലേക്ക് പോകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഇത് കഴിഞ്ഞ 5 വർഷക്കാലം പാർട്ടിക്കകത്ത് നിരന്തരമായി പറഞ്ഞ് അനുകൂലമായൊരു പ്രതികരണവും നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നില്ലാതിരിക്കുമ്പോൾ പരസ്യമായി പറയാൻ നിർബന്ധിക്കപ്പെട്ടത്. ഒറ്റ കാര്യം കൂടി, ഈ ധനരാജിൻ്റെ കുടുംബത്തിന് ഈ ഫണ്ടുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ഇത്തരം തിരിമറി എന്നൊരു ആരോപണമൊക്കെ വരുമ്പോൾ എന്താണ് അവരുടെ ഒരു അഭിപ്രായം എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ അവരോട് സംസാരിക്കുക മറ്റോ ചെയ്തിട്ടുണ്ടോ? അവർക്ക് ഇത് ഇങ്ങനെ ഒരു വിവാദമാകുമ്പോൾ അതിൻ്റെ ഒരു മാനസിക സംഘർഷവും കാര്യങ്ങളും ഉണ്ടാകും. ഇത് അവരെ വ്യക്തിപരമായോ കുടുംബപരമായോ ബാധിക്കുന്ന ഒരു വിഷയമല്ല. കാരണം പാർട്ടി കൈകാര്യം ചെയ്യുന്ന ഒരു ഫണ്ടാണ്. അപ്പോൾ ആ നിലയിലുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഏതായാലും പുസ്തകം പുറത്തിറങ്ങാനിരിക്കുമ്പോൾ പുസ്തകത്തിലെ വിശദാംശങ്ങളൊപ്പം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനുള്ള സ്വന്തം വിശദീകരണം കൂടിയാണ് വി. കുഞ്ഞികൃഷ്ണൻ നൽകിയത്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.